നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മാഡം, നടന്നതൊക്കെ മറക്കണം. എന്താ? മാഡത്തിന്റെ മുഖത്തെ ടെൻഷനും ദേഷ്യവും കണ്ടുകൊണ്ട് പറഞ്ഞതാ. അവന്റെ സുപ്പീരിയർ ഓഫീസറായ എന്നെ അവൻ തല്ലി. വെറുതെ വിടല ഞാൻ. വിടരുത് മാഡം. ഓഫീസിൽ വെച്ച് അവനെ കഷ്ടപ്പെടുത്തി ഓടിക്കണം. മാഡത്തിന് പിന്നെ അവസരമുണ്ടല്ലോ. പിന്നെ എന്തിനാ ടെൻഷൻ ആവുന്നത്? ടെൻഷൻ അടിച്ച് ശരീരത്തൊന്നും വരുത്തി വെക്കണ്ട. അവൻ എന്നെ തല്ലിയത് ഓർക്കും തോറും എന്റെ ദേഷ്യം 1000 മടങ്ങ് കൂടുക. മാഡം, ഞാനൊരു കാര്യം പറയട്ടെ. പറ. ഉപദേശിക്കുകയാണെന്ന് തോന്നരുത്. മനസ്സിൽ തോന്നിയ കാര്യമോ? മാഡത്തിന്റെ മനസ്സ് നല്ലതായതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു ചീഫ് എഞ്ചിനീയറെ തല്ലുമായിരുന്നു അവൻ. മാഡത്തിനെ തല്ലാൻ പാടുണ്ടോ? അതിനുള്ള ധൈര്യം അവൻ എവിടെ നീട്ടി? അതിന് കാരണം മാഡം തന്നെയാ. അരവിന്ദ് എന്താ ഉദ്ദേശിച്ചത്? എന്ത് ചെയ്താലും ക്ഷമിച്ചു വിടുന്നത് തന്നെ. ക്ഷമയൊക്കെ മാറ്റിവെച്ച് തല്ലിന് തല്ലെന്ന രീതി പ്രയോഗിക്കണം. അപ്പോ എല്ലാവർക്കും നമ്മളൊരു പേടി തോന്നും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കും. ഞാൻ പറഞ്ഞത് കേട്ട് ആകാശിനോടുള്ള ദേഷ്യം കൂടിയോ? ഇല്ല. എന്റെ ദേഷ്യം ഇപ്പൊ ആകാശിനെ ആലോചിച്ചല്ല, അരവിന്ദനെ ഓർത്ത. അയ്യോ മാഡം, എന്നോട് ദേഷ്യം തോന്നുന്നതിനാ? ഞാനെന്ത് ചെയ്തിട്ടാ? ആലോചിച്ചു നോക്കിയാ എല്ലാത്തിനും തുടക്കം കുറിച്ചത് നിങ്ങളല്ലേ? ഞാനോ? അതെ, എന്റെ ജീവിതം കീഴ്മേൽ മറിച്ചത് നിങ്ങളാ. ഒഴുക്കുള്ളൊരു കായൽ പോലെ സന്തോഷത്തോടെ സമാധാനത്തോടെയായിരുന്നു എന്റെ ജീവിതം. അതിന് തടയിട്ടത് നിങ്ങളാ. എന്റെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ഇല്ലാതായതും ഇപ്പൊ എന്റെ പ്രതികാരത്തിനും എല്ലാം കാരണം നിങ്ങൾ ഒരാളാ. മാഡം, എന്താ അരവിന്ദ്, ഷോക്കായോ? ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലെന്നുണ്ടോ? മനസ്സിലായില്ലെന്ന് മാത്രം പറയരുത്. അരവിന്ദിന് ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് എനിക്കറിയാം. അത് മാഡം, ഞാൻ സ്റ്റോപ്പ്. ചാരുവിനെ കല്യാണം കഴിക്കാന്ന് വാക്ക് കൊടുത്ത് മണ്ഡപത്തിലെത്തിയപ്പോ ചാരുവിനെ ചതിച്ച് നാടുവിട്ടു. അങ്ങനെ നടന്നില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇതുപോലെ ആവില്ലായിരുന്നു. ചാരുവിനെ അരവിന്ദൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്റെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും നഷ്ടപ്പെടില്ലായിരുന്നു. മാഡം പറഞ്ഞത് ശരിയാ, പക്ഷെ എനിക്കതിന് കഴിയില്ലായിരുന്നു. ചാരുവിനെ അരവിന്ദ് കല്യാണം കഴിക്കാതിരുന്നതുകൊണ്ട് എന്റെ കഴുത്തിൽ വീഴേണ്ട താലി ചാരുവിന്റെ കഴുത്തിൽ വീണു. ഓരോരുത്തർക്കും അവരുടേതായ ന്യായീകരണങ്ങളുണ്ടല്ലോ മാഡം. ഞാനൊന്ന് നാടുവിട്ടത് എന്റെ ന്യായം, എന്റെ ആവശ്യം. എനിക്കും ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. ഞാൻ ചെയ്യുന്നത് എന്തും എന്റെ ശരികളാണ് മാഡം. എന്നിൽ ഒരു കാര്യം അടിച്ചേൽപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് മണ്ഡപത്തിൽ നിന്ന് പോവാൻ തോന്നി, ഞാൻ പോയി. അത് പിന്നെ ഞാൻ കാരണം മാഡത്തിന്റെ ജീവിതം എങ്ങനെയാവുമെന്ന് കരുതിയില്ല. ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും മാഡത്തിനോട് ചെയ്തിട്ടില്ല. ചാരുവിനെ എനിക്ക് ഇഷ്ടമായിരുന്നില്ല, അത്രയേ ഉള്ളൂ. പോവാം മാഡം. എടാ, നീ ആരാന്നോ നിന്റെ വിചാരം? നിന്നെ ഇവിടെ നിന്ന് എരികേറ്റി വിടുന്നത് ആരാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിനുള്ള തിരിച്ചടി ഉണ്ടല്ലോ നിനക്ക് വൈകാതെ കിട്ടും. എന്താ അമ്മയുടെ പ്രശ്നം? എപ്പോ നോക്കിയാലും എന്നെയും ചാരുവിനും ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. എന്താ നടന്നത് നമുക്ക് അറിയോ? എടി, ഇവനെ കൊണ്ട് എല്ലാം ചെയ്യിച്ചിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഒന്നും അറിയാത്ത പോലെ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കാതെ പൊയ്ക്കോ. അക്കുച്ചേട്ടാ, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരു അന്യ പെണ്ണിനെ തല്ലാൻ അക്കുച്ചേട്ടൻ എങ്ങനെ മനസ്സ് തോന്നി?
പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? നിന്റെ വണ്ടി കത്തിച്ചത് ശ്രേയാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ മിണ്ടായിരിക്കണോ? ഞാനൊരാണാ, തണ്ടും തടിയുള്ള ആണ്. ദേഷ്യം വരും, തല്ലും, അതാരായാലും. ശ്രേയ എന്ത് വേണേലും ചെയ്തോട്ടെ. അതിന്റെ പേരിൽ അവളെ തല്ലിയത് ശരിയായില്ല. ഒരാളെ തല്ലിയല്ല ദേഷ്യം കാണിക്കേണ്ടത്. ശരി, പറ്റിപ്പോയി, സോറി. മതിയോ? ചാരു ചേച്ചി, ദേ അച്ഛൻ വരുന്നു. ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ നടന്നതൊന്നും ബാലമാമൻ അറിയരുത്. അറിഞ്ഞാൽ ഈ പ്രശ്നം വലുതാവും. ആരും ഒന്നും ബാലമാമനോട് പറയണ്ട. ഞാനായിട്ടൊന്നും പറയില്ല ചാരു. മോളുടെ സങ്കടം എപ്പോഴും കുറഞ്ഞില്ലേ? സാരമില്ല, അതിന് സമയമെടുക്കും മോളെ. നിന്റെ കൂടപ്പുറപ്പായിരുന്നല്ലോ ആ വണ്ടി. പക്ഷെ അത് മാത്രം ആലോചിക്കരുത്. മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജഡ് ആവാൻ നോക്കണം. ബാലമാമൻ മോക്ക് പുതിയൊരു വണ്ടി വാങ്ങിത്തരാൻ തീരുമാനിച്ചു. ഏത് വണ്ടി വേണമെന്നൊക്കെ ഞാനും ഗോവിന്ദനും കൂടെ പോയി നോക്കിയിരുന്നു. എനിക്ക് പുതിയ വണ്ടിയൊന്നും വേണ്ട ബാലമാമേ. അതെന്താ മോളെ? ഇപ്പൊ എനിക്ക് വണ്ടിയുടെ ആവശ്യമൊന്നുമില്ല. മോനെ, ചാരുമോള് പറഞ്ഞു കേട്ടില്ലേ, വണ്ടി വേണ്ടാന്ന്. നീ അത് കേട്ട് മിണ്ടാതിരിക്കുകയാണോ? വണ്ടിയില്ലാതെ ചാരുമോൾ എന്ത് ചെയ്യും? മോനെ, നിന്റെ മുഖവും വല്ലാതിരിക്കുന്നല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല അച്ഛാ. ഒന്നുമില്ല എന്ന് പറയുമ്പോ തന്നെ അറിയാം എന്തോ ഉണ്ടെന്ന്. ചാരുമോളെ, മോള് പറ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അവിടെ? ഇല്ല ബാലമാമേ. എന്താ ശ്രുതി, എല്ലാവരുടെയും മുഖത്തൊരു വല്ലായ്മ എന്താ കാര്യം? അത് പിന്നെ രമേശ, നീയെങ്കിലും പറ, എന്താ കാര്യം? അമ്മാവനോട് ഇനി എന്ത് പറയും? അച്ചോട്ടി, നീയല്ലേ അമ്മാവന്റെ പുന്നാര മോള്, പറഞ്ഞു കൊടുക്ക. അതൊന്നുമില്ല അച്ഛാ. ചാരുവിന്റെ വണ്ടി കത്തിയ കാര്യ എല്ലാവരുടെയും മനസ്സിൽ. അത് മറക്കാൻ പറ്റുന്നില്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ലച്ചാ.